നമ്മൾ വഴക്കുണ്ടാക്കിയാലും നമുക്ക് ഇറങ്ങി ഓടാനും ആരെങ്കിലും ഒന്ന് വിളിക്കാനും നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നമുക്ക് കൂടെ എല്ലാവരും ഉണ്ട്. പക്ഷേ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് ആരുമില്ല, എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. നമ്മുടെ അടുത്ത് കാണിക്കുന്ന സ്നേഹം നമുക്ക് അതും നമുക്ക് വിശ്വസിക്കാൻ, അതെ വിശ്വസിക്കാൻ എന്താണ് ഇവർ സ്നേഹം എന്നാലും നമ്മൾ വിശ്വസിച്ച് പോകുന്ന നിമിഷങ്ങളുണ്ട്. ശരിക്കും എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ജീവിതം ഞാൻ ഒന്നും കൂടെ പഠിച്ചു, നന്നായിട്ട് പഠിച്ചു ഇവിടെ വന്നതിന് ശേഷം. അത് നമ്മളൊക്കെ മനുഷ്യരല്ലേ, പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല. പുറമെ ഇതൊക്കെ ഓഡിയൻസ് കാണുന്നുണ്ടെന്ന്. സത്യസന്ധത, സ്മാർട്ട്നെസ്, ബോൾഡ്നെസ്. താങ്ക് യു സർ. എനിക്ക് കിട്ടാത്ത ഒരാൾക്ക് കിട്ടിക്കോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇവര് എന്തിന്റെ പുറത്താണെന്ന് എനിക്കറിയില്ല. വന്നപ്പോൾ തന്നെ ആദ്യം എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ അവരൊരു ടൈം നോക്കിയിരിക്കായിരുന്നു. എല്ലാം വിധിയുടെ വിളയാട്ടം. ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവർ വിചാരിക്കുന്നില്ല, പുറത്ത് ഇവർ സംസാരിക്കുന്നതും ഇവർ റിയാക്ട് ചെയ്യുന്നത് ഇവർ കാണിക്കുന്നതൊക്കെ പുറത്ത് കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ നെഗ് വരുമെന്നൊന്നും ഇവർ മനസ്സിലാക്കുന്നത്. എന്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണോ ഇല്ലേ ഈ മനുഷ്യന്? ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെയെന്ന്. ആദ്യം ഔട്ടായവരൊക്കെ പുറത്തിറങ്ങി റിയാക്ഷനിലൂടെയാണ് അവർ എൻ്റെ അടുത്ത് കാണിക്കുന്നത്. ഞാൻ കാരണം, ഇവർ കാരണം, ഫുള്ള് ഞാൻ കാരണം എന്നുള്ള രീതിയിലാണ്. അപ്പം കളയത്തുള്ളൂ. കാരണം ഇവിടെ മരണത്തിന് മുന്നേ എനിക്കറിയാം എല്ലാവർക്കും PR ഉള്ളതെന്ന്. എന്തിനാണെങ്കിലും തേങ്ങുന്നത് എങ്ങനെ തേങ്ങാതിരിക്കും?